ആളെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു എനർജി ബോംബാണ്. എന്താണെങ്കിലും എന്ത് വിളിച്ചാലും ആൾ നോന്ന് പറയില്ല. അപ്പോ ഐ തിങ്ക് അൽതാഫ് really got lucky. അലീഷ മീൻസ് കണ്ടം. Já falei pra parar com essa brincadeira gostosa, deliciosa, maliciosa. Eu fico safada, fico fogosa, deliciosa, maliciosa. ഇത് ഇട്ട് ഞാൻ എങ്ങനെ വേർക്കാതിരിക്കണമല്ലോ. കനാഫാക്കണം. ഇത് രസമാണ്. ലെൻസ് കറക്റ്റ് പൊസിഷനിലാണെന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ തന്നെ സെറ്റാക്കാട്ടോ. അല്ല, ഇൻട്രസ്റ്റിംഗ് കഥ പറഞ്ഞാൽ കോമഡി ആയിരിക്കും കേട്ടോ. അൽത്താഫിനെ എനിക്ക് ആറ് വർഷമായിട്ട് അറിയാം. അൽത്താഫ് ഒരു പെടപ്പാണ്. പിന്നെ നമ്മള് മീറ്റ് ചെയ്തത്, ഫസ്റ്റ് മീറ്റ് നമ്മളൊരു കോളേജ് ലൈബ്രറിയുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അന്ന് ജസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഒരു വർഷമൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്യുമായിരുന്നു, പിന്നെ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്ക് ക്രഷ് തോന്നിയിട്ട് ഞാനാണ് അവൻ്റെ ഇഷ്ടം പറഞ്ഞത്. ഞാൻ എൻ്റെ ഉപ്പച്ചീനെയും ഉപ്പച്ചി തന്നല്ലോ വെക്കണം. എച്ചാമി ഉപ്പാന്നാണ്. സോ ഫാദർ മദർ പോലെയല്ല, എന്തുണ്ടെങ്കിലും തുറന്നു പറയും. ഇപ്പൊ എനിക്കിപ്പോ ഒരാളെ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാ പേരൻസിൻ്റെ അടുത്ത് തന്നെ ആദ്യമേ പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഫുൾ ഫ്രീഡം തന്നെ വളർത്തിയിരിക്കുന്നതാണ് ഇവര്. ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെടപ്പാണ്. അവൻ്റെ എല്ലാവരും കോളേജിൽ വിളിക്കുന്നത് തന്നെ പെടപ്പെന്നാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ എല്ലാം എന്താണ് വൈബായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതാണ് എനിക്ക് ക്രഷ് ഉണ്ടാവാൻ കാരണം. परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर Alisha is someone who is very energetic. Like strong and very genuine person. ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ You got lucky, man. all the best for Alisha and Altaf. And this is for you guys.
പോകുന്നതിന്റെ ആ ഒരു വിഷമമുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരല്ലല്ലോ, ആലുവയാണല്ലോ. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് എല്ലാവരും കരയും. അപ്പൊ ഞാൻ കരയൂല, ഉറപ്പായിട്ടും കരയൂല എന്ന് വിശ്വസിക്കാം.